ദിവിഷ്, അതിവേഗത്തിൽ 6 ജീവനുകൾ പൊലിയുകയാണ്. ദാരുണമായൊരു സംഭവമാണ് കൈതപ്പൊയിൽ ഉണ്ടായത്. അടിവാരത്തിന് അടുത്താണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് ബത്തേരിക്ക് പോവുകയായിരുന്ന രാജഹംസം എന്ന സ്വകാര്യ ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. വയനാട്ടിൽ നിന്ന് ബത്തേരിയിൽ നിന്ന് തിരിച്ചു വന്നിരുന്ന വയനാട് ഭാഗത്ത് നിന്ന് തിരിച്ചു വന്നിരുന്ന ഒരു ജീപ്പിൽ ഉണ്ടായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. തൊട്ടുമുന്നിലുള്ള ഒരു കാറിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനിടെ ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ജീപ്പ്. ഇതിനിടെ ഈ കാറുമായി കൂട്ടിയിടിച്ചു, ബസ് മറ്റൊരു ബസ്സുമായും കൂട്ടിയിടിച്ചു. ഈ അപകടങ്ങളിൽ ഒട്ടേറെ പേർക്കാണ് പരിക്കേറ്റത്. 6 പേരാണ് മരിച്ചിട്ടുള്ളത്. 3 പേർ കുട്ടികളാണ്. നിഷാം, ഫാത്തിമ എന്നീ കുട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ജീപ്പ് ഡ്രൈവർ പ്രമോദാണ്, വടുവഞ്ചാൽ സ്വദേശി പ്രമോദാണ് മരിച്ച 3ാമത്തെ ആൾ. മറ്റുള്ളവരെ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. പ്രദേശത്ത് ഇപ്പോഴും ആർക്കൊക്കെയാണ്, എവിടെ നിന്നുള്ളവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ സംശയം നിലനിൽക്കുകയാണ്. ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് കൊടുവള്ളിക്കടുത്ത് കരുവമ്പയിൽ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത്. ജീപ്പിലുള്ളവർ ബത്തേരിക്കടുത്ത് ഒരു കുടുംബ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരിച്ചു വരികയായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൈതപ്പൊയിൽ തന്നെയുള്ള ആശുപത്രിയിലുമായി പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിരവധി പേർക്കാണ് ഇവിടെ പരിക്കേറ്റിട്ടുള്ളത്. ബസ്സിലെ യാത്രക്കാർ, ജീപ്പിലുണ്ടായിരുന്നവർ, കാറിൽ സഞ്ചരിച്ചിരുന്നവർ എല്ലാവർക്കും പരിക്കേറ്റിട്ടുള്ള ഒരവസ്ഥയാണ്. ദാരുണമായ ഒരു അപകടമാണ് കൈതപ്പൊലിയിൽ സംഭവിച്ചിട്ടുള്ളത്. ദിവിഷ്, സ്വകാര്യ ബസ് വയനാട് ഭാഗത്തു നിന്ന് വന്ന് ജീപ്പുമായി കൂട്ടിയിടിച്ചതാണ്. ജീപ്പ് ഇടിയുടെ ആഘാതത്തിൽ വയനാട് ഭാഗത്തു നിന്ന് ജീപ്പിന്റെ തൊട്ടു പിന്നിലെ വന്ന കാറും മറ്റൊരു ബസ്സും കൂട്ടിയിടിക്കുകയുണ്ടായി. ഈ 4 വാഹനങ്ങളും കൂടിയുള്ള ഇടിയിൽ നിരവധി ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. 6 ആളുകൾ മരണപ്പെട്ടു. അതിൽ 3 ആളുകളുടെ മരണം അപകട സ്ഥലത്ത് വെച്ച് തന്നെ സംഭവിച്ചിരുന്നു. ബാക്കി 3 ആളുകൾ ആശുപത്രിയിൽ എത്തിയതിനു ശേഷം മരിച്ചതായിട്ടാണ് വിവരം. പരിക്കേറ്റ എല്ലാവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതോ വണ്ടിക്ക് കിടക്കുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല, മുഴുവൻ ആളുകളെയും ഇവിടെ നാട്ടുകാരും പോലീസും ചേർന്ന് വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ പരിക്ക് ഗുരുതരാണ്. ഏതെല്ലാം വാഹനത്തിലുള്ള ആളുകളാണ് പരിക്ക് പറ്റിയ ആശുപത്രിയിലുള്ളതെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. എല്ലാ വാഹനത്തിലുള്ള ആളുകൾക്ക് പരിക്കുണ്ട്. പോലീസൊക്കെ ഉടൻ സ്ഥലത്തെത്തിയോ, അതോ നാട്ടുകാരുടെ ശ്രമഫലമായാണോ എല്ലാവരെയും? നാട്ടുകാർ പോലീസ് എത്താൻ ആവശ്യമായിട്ടുള്ള സമയം എടുത്തിട്ടുള്ളൂ. പോലീസ് എത്തുമ്പോഴേക്കും നാട്ടുകാർ ഒട്ടുമിക്ക രക്ഷാപ്രവർത്തനങ്ങളും നാട്ടുകാർ തന്നെ നടത്തിയിരുന്നു. പിന്നീട് പോലീസും ഫയർഫോഴ്സും എല്ലാം സംഭവ സ്ഥലത്ത് വന്നു. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വേണ്ട രക്ഷാപ്രവർത്തനങ്ങളെല്ലാം ട്രാഫിക് ബ്ലോക്ക് ഇപ്പം മാറിക്കഴിഞ്ഞു. പരിക്കേറ്റവരുടെ നില എങ്ങനെയാണെന്ന് താങ്കൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? പരിക്ക് പറ്റിയ ചില മെഡിക്കൽ കോളേജിലുള്ള 2-3 ആളുകളുടെ നില ഗുരുതരാണ്. വളരെ നന്ദി ശ്രീ ഗിരീഷ്.